എല്ലാവർക്കും നമസ്കാരം. പെട്ടെന്ന് ചടാപട എന്നൊരു റൈസ് ഐറ്റമാണ് ഇന്ന്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണി 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ചീനിച്ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചൂടാകുമ്പോൾ നമുക്കൊരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യൊന്ന് ചൂടാവട്ടെ. നെയ്യ് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂണോളം നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ജീരകം ഇതിൽ കടിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും, ഫ്ലേവറും. ഇനി ആ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 2 ടീസ്പൂൺ ഇഞ്ചിയും 2 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടി ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് നന്നായി ചൂടായി വരട്ടെ. നമുക്ക് ചൂടായി വരുമ്പോൾ ഒരു ഒനിയനാണ് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒരു ഒനിയനും കൂടി ഇട്ട് കൊടുക്കുക. ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് തിന്നായി അരിഞ്ഞിട്ടുള്ള സ്ലൈസ് ചെയ്തിട്ടുള്ള ഒനിയനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം അധികം പുളിയില്ലാത്ത തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ ചില്ലി പൗഡർ ഇടാം. 1 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമേ ഇതിൽ മസാലയായി ചേർക്കുന്നുള്ളൂ. ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൽ തക്കാളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിതാ നന്നായി ആ ഗ്രേവിയൊക്കെ നന്നായി ഒന്നായിട്ടുണ്ട്, മിക്സ് ആയിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ ചെയ്യുന്നതാണ് നല്ലത്. അതിലേക്ക് സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഞാൻ കോളിഫ്ലവറും ബീൻസ് നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ സിമ്പിളായിട്ട് ഈ വെജിറ്റബിളിനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് അരിയാണ്, 1 കപ്പ് അരി വേവിച്ചതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അരി വേവിക്കുമ്പോൾ തന്നെ ഞാനതിൽ ഓൾറെഡി ഏലക്കയും ഗ്രാമ്പും കറുവപ്പട്ടയും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ തന്നെ ഇതിൽ നല്ലവണ്ണം ഉണ്ട് കേട്ടോ. ഉപ്പും ഇട്ട് വേവിച്ചതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി എല്ലാം റെഡി ആയിട്ട് മിക്സ് ആയിട്ട് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി മുകളിലിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ഇടയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിനെ ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ തുറന്ന് നോക്കുന്നുണ്ട്. ഇത് പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ വെജിറ്റബിൾ ഞാൻ ലേശം 1 ടേബിൾ സ്പൂൺ ഓയിലിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ ക്രഞ്ചിനെസ് വേണം നമ്മുടെ വെജിറ്റബിളിനെ. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും. ഈ തവ പുലാവ് കഴിക്കുകയാണെങ്കിൽ തവ പുലാവ് എന്നോ തവ ബിരിയാണി എന്നോ പറയാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ബിരിയാണി മസാലയുടെ അളവ് കുറച്ചും കൂടി കൂടുതലാക്കിയാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി തട്ടിക്കൂട്ട് തവ പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും. പെട്ടെന്ന് ലഞ്ച് ബോക്സിലേക്കൊക്കെ ആക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് ഇന്നത്തെയും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.